മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെ തട്ടുകടയിലെ മുട്ടക്കപ്പ. ഞാൻ ഈ ഒരു ഐറ്റം ഈ അടുത്തിടെയാണ് കേട്ടോ കഴിച്ചത്. അപ്പം ഞാൻ ആലോചിച്ചു എന്താ ഇത്ര കാലം ഞാനിത് കഴിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പം അതേ ടേസ്റ്റിൽ ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി റെസിപ്പിയൊക്കെ തേടി പിടിച്ച് ഞാൻ കണ്ടെത്തി. അങ്ങനെ വീട്ടിലുണ്ടാക്കിയ സമയത്ത് അവിടുന്ന് കഴിച്ചതിനേക്കാൾ ടേസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. 100% ഞാൻ ഉറപ്പ് തരികയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിയുള്ള കപ്പയില്ലേ, നല്ല ഉടഞ്ഞു കിട്ടുന്ന ആ കപ്പ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കപ്പയൊക്കെ കൊത്തി നമ്മളിതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു ഐറ്റത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടാണ് കേട്ടോ കപ്പ വേവിക്കുക. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളെ കപ്പ വെന്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കുന്നത്, വെന്തോന്ന് ടെസ്റ്റ് ചെയ്യാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെക്കാം കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ഊറ്റി വെള്ളമൊക്കെ വാർന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്ന സമയത്ത് സവോള, ഒരു 2 മീഡിയം സൈസ് സവോള, 2 പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങനെ വാടണമെന്നൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് പൊടികളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഈ കപ്പ ബിരിയാണിയൊക്കെ കഴിക്കൂലേ, എല്ലും കപ്പയൊക്കെ അല്ലേ, അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് അതിനേക്കാട്ടും ഇഷ്ടമായിട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കപ്പയിൽ നമ്മൾ ഉപ്പിട്ടതാണല്ലോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാനാണ് ഉള്ളത്. മുട്ട നമുക്ക് എത്രയാണോ അതിനനുസരിച്ചിട്ട്, കപ്പ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തത്. അപ്പോൾ ഒരു 4 കോഴിമുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. കോഴിമുട്ട ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളി അധികം ഡ്രൈ ആവണ്ട. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ മുട്ട കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അധികം ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ കപ്പ മുഴുവനായിട്ടും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ കപ്പയും നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല കപ്പയാണ്, ഞാൻ പറഞ്ഞല്ലോ, നല്ല പൊടിയുള്ള ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്ന കപ്പ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വരുന്ന സമയത്തില്ലേ 4 മണിക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചതിന് ശേഷം മുട്ടയും മസാലയും കപ്പയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ മസാല എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സവോള നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ഈ സ്റ്റെപ്പ് എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ ഈ കപ്പേൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഇത് മിസ് ചെയ്യരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തട്ടുകടയിലെ മുട്ടക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണാത്തവരോ കഴിക്കാത്തവരോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. ഞാനും ഗ്യാരണ്ടിയാണ്. ഉണ്ടാക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞാനിത് നമ്മൾ എല്ലും കപ്പയും കടയിൽ നിന്ന്
വാങ്ങി കഴിക്കാനൊക്കെ ഭയങ്കര ചിലവും കാര്യമൊക്കെ അല്ലേ. പക്ഷെ ഇതുപോലെ മുട്ട വെച്ച് ഉണ്ടാക്കിയാൽ അതിനേക്കാൾ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.